അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഡോക്ടർ പറഞ്ഞതിന് ശേഷം സൈഫുദ്ദീൻ അറബി ഫർസാനയുടെ അരികിലേക്ക് തീരെ പോകാതെയായിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞ് സൈത്തൂൻ ബീവിക്ക് നല്ല ടെൻഷനാണ്. പലപ്പോഴായിട്ട് അവൾ പറഞ്ഞു, യാ സൈഫ് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. എന്താ പെണ്ണേ, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ എന്ന് കരുതി ഇങ്ങനെ തീരെ മിണ്ടാതെയും പോകാതെയും നിൽക്കണമെന്നാണോ? സൈത്തൂൻ, അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ച വേണ്ട. തൽക്കാലം നീ പറഞ്ഞതുപോലെയൊക്കെ ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റി കഴിഞ്ഞു. സൈഫ്, അതുപോരാ. ഒരു പെണ്ണ് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഗർഭസമയത്ത് തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് വേണ്ട, ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. തൽക്കാലം ഇപ്പോഴെല്ലാം ഓക്കെ അല്ലേ, സെറ്റല്ലേ, നീ ഹാപ്പി അല്ലേ? പിന്നെന്താ? അതെ, അവൾക്ക് വിഷമാവൂലേ? അവൾക്കൊരു വിഷമം ഉണ്ടാവില്ല. സേഫ്, അങ്ങനെ പറയരുത് പ്ലീസ്. അങ്ങയുടെ സാന്നിധ്യം അവൾ കൊതിക്കുന്നുണ്ടാകും. മാറ്, എനിക്കല്പം തിരക്കുണ്ട്. അറബി അതാ എങ്ങോട്ടോ പോകുന്നു. സേഫ്, എന്ത് ഇത്ര ദേഷ്യപ്പെട്ട്? ഹേ, ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട്. അറബി അതാ സലാം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. നേരെ തന്നെ സൈത്തൂൻ ബീവി അതാ ഫർസാനയുടെ റൂമിലേക്ക്. ഫർസാന, ആ ബീവി വന്നോ? ഫർസാന, ക്ഷമിക്കണം. എന്താ, എന്തു പറ്റി? ഒന്നുമല്ല, അത് സേഫിന് കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. സേഫ് ഇങ്ങോട്ടൊന്നും. ഏയ്, അത് സാരല്ല, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞല്ലോ, കുഴപ്പമില്ല. നിങ്ങളുടെ കൂടെ തന്നെ സേഫ് ജീവിച്ചോട്ടെ, അതാണ് നല്ലത്. അതെന്താ? അല്ല, നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഇവിടെ വന്ന് കൂടിയതല്ലേ. നിങ്ങൾ ആദ്യമേ ഭാര്യയും ഭർത്താവല്ലേ. ഹേയ്, അത് പറഞ്ഞിട്ടൊന്നും ഫലമില്ല. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയായി. അതുകൊണ്ട് സേഫിന് അല്പം തിരക്ക് കൊണ്ടാണ് കേട്ടോ. വരാതിരിക്കില്ല നിൻ്റെ അടുത്തേക്ക്. ബീവി, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? പഠിച്ചോനെ, പാവം പെണ്ണാണ്. അവളുടെ മനസ്സ് കണ്ടില്ലേ? അവളെല്ലാം എനിക്ക് വേണ്ടിയാണ് വിട്ടുതരുന്നത് ഇപ്പോഴും. ബീവി, നിങ്ങൾ നല്ല രീതിയിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുക. അതാണ് എനിക്കിപ്പോഴും ഇഷ്ടം. അത് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിന്നോളാം. അല്ല, അപ്പോൾ അല്ല, അങ്ങനെയാണ് എനിക്കിഷ്ടം. ഇൻഷാ അല്ലാ, ഈ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ കുഞ്ഞിനെ സമർപ്പിക്കും. എന്നിട്ട് പറ പെണ്ണേ, എന്നിട്ട് ഞാൻ നാട്ടിലേക്ക്. നോ ഫർസാന, നിനക്കിതെങ്ങനെ പറയാൻ കഴിയുന്നു? കുഞ്ഞിനെ വിട്ടിട്ട് നീ പോകുന്നോ? എങ്ങോട്ട്? അപ്പോൾ അല്ല, അങ്ങനെയല്ല. ബീവിക്ക് ആഗ്രഹം ഒരു കുഞ്ഞിനെയല്ലേ. പഠിച്ചോൻ്റെ കൃപ കൊണ്ട് കുഞ്ഞിൻ്റെ വളർച്ച പൂർണ്ണമായി പ്രസവം നടന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ. നോ ഫർസാന, നീ പറയുന്നത് ഒരിക്കലും ശരിയല്ല. ബീവി, അതാണല്ലോ എൻ്റെ കർത്തവ്യം. എന്ത്? അത് മാത്രോ? അല്ല, നീ കുഞ്ഞിനെ പ്രസവിക്കാൻ മാത്രമാണോ ഈ ഒരു നിക്കാഹിന് വേണ്ടി സമ്മതമെടുത്തത്? അതിനു വേണ്ടി മാത്രമാണോ? ബീവി, നിങ്ങൾക്ക് ആവശ്യം ഒരു കുഞ്ഞല്ലേ. അത് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് പോകും. കുഞ്ഞിനെ നല്ല രീതിയിൽ. നോ പ്ലീസ് ഫർസാന, നീ അത് പറയരുത്. കുഞ്ഞിനെ പാലൂട്ടി വളർത്തണം. അതൊക്കെ നിനക്ക് കഴിയൂ. നിൻ്റെ കുഞ്ഞായിരിക്കും. അതുകൊണ്ട് ബീവി, എനിക്ക് അത്ര മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ. ആര് പറഞ്ഞു? നീ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയാണ്. അതായത് എൻ്റെ പങ്കാളി കൂടിയാണ് നീ. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഒരേ സ്ഥാനമാണ്. കുഞ്ഞ് ജനിച്ചാൽ നീ പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. എന്താ, എൻ്റെ സേഫ് നിനക്ക് സ്നേഹം തരുന്നില്ല അല്ലേ? അതുകൊണ്ടായിരിക്കും നീ പോകുന്നത്. അല്ലെങ്കിലും സേഫ് ചെയ്യുന്നത് ശരിയല്ല. ഈയിടെയായി ഇപ്പോൾ തീരെ നിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം അടുക്കുന്നില്ല. ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും. ആദ്യമൊക്കെ അടുത്തിരുന്നു. കുഞ്ഞായി കഴിഞ്ഞതിന് ശേഷം, അതായത് നീ ഗർഭിണിയായതിനു ശേഷം അർബാവ് നിൻ്റെ അടുക്കിലേക്ക് അടുക്കുന്നില്ല. അത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്കൊരു കുഞ്ഞ് എന്ന ലക്ഷ്യം മാത്രമാണോ ഇവിടെ അർത്ഥമാക്കിയത്? അല്ലാതെ സ്നേഹം അത് കൈമാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. ബീവിക്കറിയല്ലേ, അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞ് വേണം.
ആ കുഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിക്കും. എന്നിട്ട് ഞാൻ നാട്ടിലേക്ക് പോകും. അതെന്താ അങ്ങനെ? നാട്ടിലേക്ക് പോയി എൻ്റെ ഉമ്മയെയും ഉപ്പയൊക്കെ എനിക്ക് കാണണം. ഈ ഒരു കുഞ്ഞുമായി അങ്ങോട്ട് എത്തിയാൽ ഒരു പക്ഷേ അവരെന്നോട് പറയും, ഇതെന്താ വിവാഹം കഴിഞ്ഞോ, ഞങ്ങളോടൊന്നും പറയാതെ എന്നൊക്കെ പറയും. ബീവിക്ക് അത്രയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടായത് കൊണ്ടാണ് ഞാൻ അതിന് സമ്മതിച്ചത്. അതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ നിങ്ങളുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് ഞാൻ നാട്ടിൽ പോവും. ഇൻഷാ അല്ലാ പറ്റുമെങ്കിൽ ഞാൻ വരാം. ഫർസാന, നീ പറയുന്നത് നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? കുഞ്ഞിനെ വിട്ടിട്ട് നീ നാട്ടിലേക്കോ? എന്താ മോളെ ഇത്? നമുക്ക് ഒരുമിച്ച് പോകാം, അതായിരിക്കും നല്ലത്. ബീബി ഫർസാനയുടെ വയറിലേക്ക് നോക്കുന്നു. അല്ലാ, അല്പം പൊങ്ങിയ പോലെ ഉണ്ടല്ലോ മോളെ. ഹേയ്, അതിനൊന്നും ആയിട്ടില്ല. അത് ഞാൻ കുറച്ച് തടിച്ചു, അതായിരിക്കും. അല്ല, സത്യമായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. പഠിച്ചോനെ, കുഞ്ഞിനെ കൂടുതൽ വളർച്ച എത്തിയോ? ബീവിക്ക് ഓരോ സംശയങ്ങൾ. അങ്ങനെയൊന്നുമില്ല, അത് ബീവി നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഫർസാനയുടെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ട്. എന്നാലും ആ ഡോക്ടറും അർബാവും എന്നെ രക്ഷിച്ചു. 3 മാസം പ്രായമുള്ള ആ ഒരു കുഞ്ഞിനെ അവർ അത്രയൊന്നും ആയിട്ടില്ല, ആഴ്ചകളെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. പാവം ബീവി അതെല്ലാം വിശ്വസിച്ചു. അല്ലാഹുവേ, എത്ര നിഷ്കളങ്കമായ ബീവി. റഹ്മാനെ, പഠിച്ചോനെ, അവർക്ക് ഒരു കുഞ്ഞിനെ നീ നൽകിയിരുന്നെങ്കിൽ. പഠിച്ചോനെ, പാവാണ്, അത്രക്കും സ്നേഹമാണ്. ഫർസാന മോളെ, വാ, നമുക്ക് പതുക്കെ ഒന്ന് പൂന്തോട്ടത്തിലൂടെ നടക്കാം. ആ, ആയിക്കോട്ടെ. അങ്ങനെ അതാ ഫർസാനയും സെയ്ത്തൂൻ ബീവിയും കൂടി പൂന്തോട്ടത്തിലൂടെ നടക്കുവാൻ പോകുമ്പോൾ അവിടുത്തെ അറബിയുമ്മ പ്രത്യേകം പറഞ്ഞു, മോളെ സൂക്ഷിക്കണേ. ആ ഉമ്മ, സൂക്ഷിക്കാം, ഞാൻ നോക്കിക്കോളാം അവളെ. അവളുടെ കൈപിടിച്ച് അതാ ബീവി നടക്കുമ്പോൾ ശരിക്കും ഫർസാന വിചാരിച്ചു, റബ്ബേ, എത്രയോ സ്വത്തുക്കൾക്കുടമയായ, എത്രയോ വലിയ നിലയിൽ നിൽക്കുന്ന അറബി കുടുംബത്തിലെ ഒരു അറബി പെണ്ണ്, എൻ്റെ പാവപ്പെട്ട, അതും ഒരു വലിയ തെറ്റ് ചെയ്ത ഒരു പെണ്ണിൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഈ നടക്കുന്നത്. രാജേഷിൻ്റെ കുഞ്ഞാണ് ഇതെന്ന് ഒരു പക്ഷേ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോനെ, എന്തായിരിക്കും സ്ഥിതി എനിക്കറിയുന്നില്ല. അവൾ ഓരോന്നോർത്തു. അങ്ങ് നാട്ടിലേക്ക് രാജേഷിൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അതെ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവന് നിമിഷങ്ങൾക്കുള്ളിൽ അറിഞ്ഞില്ല ചതിയാണെന്ന്. വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്നോട് പെരുമാറി. മോളെ, പൊന്നെ, നിന്നെ പൊന്നു പോലെ ഞാൻ നോക്കും. ഈ ഏട്ടൻ്റെ കരളിലെ കഷ്ണമാണ് നീ. നിന്നെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർക്കും. നിനക്ക് ഞാനെല്ലാം നൽകും. ജീവിതത്തിൽ ഒരു സങ്കടവും ഒരു ദുഃഖവും നിനക്ക് വരില്ല. ഈ ഏട്ടൻ്റെ കൂടെ മോള് ജീവിക്കാൻ വരികയാണെങ്കിൽ എന്താ പിന്നെ? എൻ്റെ ഇഷ്ടങ്ങൾ അതെനിക്കറിയാലോ, നിൻ്റെ ഇഷ്ടങ്ങൾ എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജസീന, നീ എൻ്റെ കൂടെ പോരണം. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നിൻ്റെ മനോഹരമായ കണ്ണുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. സത്യമായിട്ടും ജസീനയുടെ സൗന്ദര്യത്തിൽ മുഴുകി അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നായിരുന്നു രാജേഷ് കരുതിയിരുന്നത്. എന്നാൽ അവൻ്റെ ആ മധുരമൊഴിയിൽ അവൾ അങ്ങ് വീണുപോയി. അവളതോർത്തു. മാസങ്ങൾക്കപ്പുറം തൻ്റെ നാട്ടിലേക്ക്. അല്ലാ, ഒരു നിമിഷം ഞാൻ അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ ആ നിമിഷങ്ങൾ, ഉമ്മയെയും ഉപ്പയെയും തൻ്റെ സഹോദരങ്ങളെയും ഇട്ടെറിഞ്ഞു പോയ നിമിഷങ്ങൾ, എന്നെ കാണാതായ നിമിഷങ്ങൾ, ഉമ്മയും ഉപ്പയും പേടിച്ച് കരഞ്ഞ ആ ഒരു നിമിഷങ്ങൾ, സ്വന്തം മോളെ കാണാനില്ല എന്നുള്ള ആ ഒരു വിവരം കിട്ടുന്ന നിമിഷങ്ങൾ. റബ്ബേ, ആ പാവങ്ങളെ എത്രമാത്രം ഞാൻ സങ്കടപ്പെടുത്തി. റഹ്മാനെ, ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും ഇതുപോലെയുള്ള ബുദ്ധി തോന്നാതിരിക്കട്ടെ അല്ലാ. ഞാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ രാജേഷിൻ്റെ കൈകൾ അമ്പലത്തിൽ പോയി താലി കെട്ടി. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എന്നെ ഒന്ന് വിളിക്കുവാൻ വേണ്ടി അപ്പോഴേക്കും. പക്ഷേ ഞാൻ ഒന്ന് പോയി തരോ, ഒന്ന് ജീവിക്കാൻ സമ്മതിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ തള്ളിയിട്ടു. അല്ലാ, അത്രയ്ക്കും വലിയ തെറ്റും കുറ്റങ്ങളൊക്കെ സംഭവിച്ചു. അതുകൊണ്ടായിരിക്കാം 1 മാസം തികച്ചു നിന്നില്ല രാജേഷിൻ്റെ കൂടെ. അപ്പോഴേക്കും അവൻ മറ്റൊരാൾക്ക് വേണ്ടി എന്നെ
ഹോ, ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ബോസാണ് പോലും ബോസിനെ എന്നെ വിൽക്കുകയാണത്രേ. ഹോ, വല്ലാത്തൊരു ചതിയിലാണ് ഞാൻ പെട്ടത്. റബ്ബേ, ഒരു പെൺകുട്ടിയും ഇങ്ങനെയുള്ള ചതികളിൽ പെടാതിരിക്കട്ടെ. അധികം ആളുകൾക്കും കഴുക കണ്ണുകളാണ്. അവരുടെ ലക്ഷ്യം വേറെയാണ്. അവർ ഒരിക്കലും ജീവിതത്തിലേക്കല്ല ക്ഷണിക്കുന്നത്. അവർക്ക് ലക്ഷ്യം മറ്റു പലതുമാണ്. ഫർസാന ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. സെയ്ത്തൂൻ ബീബി ഓരോന്ന് ചോദിക്കുന്നുണ്ട് എങ്കിലും ഫർസാനക്ക് അതിന് പലപ്പോഴും ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഹേയ്, എന്താ ഫർസാന നീ ഇങ്ങനെ? എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല. സേഫ് വന്നിട്ട് ഇന്ന് ഞാൻ നിൻ്റെ റൂമിലേക്ക് വിടൂ. ഒരിക്കലും എൻ്റെ റൂമിലേക്ക് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കില്ല. അത് നിനക്ക് വേണ്ടി ഞാൻ തരും. നിനക്ക് സേഫ് കൂടെ ഇല്ലായിട്ട് നല്ല വിഷമമുണ്ട്. നിൻ്റെ മുഖം കണ്ടാലറിയാം. ബീവി, ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെന്താ നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? സത്യം പറ മോളെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. ബീവി, എനിക്ക് ഒന്നുമില്ല. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കുഞ്ഞിനെ നൽകും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. അല്ലാ, എന്താ മോളെ നീ വീണ്ടും ഇത് തന്നെ പറയുന്നത്? എനിക്കാകെ ടെൻഷനാകുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ വിട്ട് നീ പോവോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ കുഞ്ഞിനെ സമർപ്പിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടും. രക്ഷപ്പെട്? അല്ല, ഇവിടെ നിന്ന് പോകും ഞാൻ നാട്ടിലേക്ക്. അവളുടെ മനസ്സിൽ അപ്പോൾ മറ്റാരുമായിരുന്നില്ല. അത് ഷെഫി ഉസ്താദ്. ഷെഫി ഉസ്താദിനോട് മാപ്പ് പറയണം. ആദ്യമായി ചെയ്യേണ്ടത് അതാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് മാപ്പ് പറയണം. ചെയ്ത തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്ക് എല്ലാമായി മാപ്പ് പറയണം. എന്നോട് പൊറുക്കണം ഉസ്താദേ, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഷെഫി ഉസ്താദ് എന്നെ സ്വീകരിക്കില്ല. എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എങ്കിലും പറഞ്ഞൊഴിയണം. എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കണം, ആരുമില്ലാതെ. ഭർത്താവും ഒന്നും വേണ്ട, മക്കളും വേണ്ട. ഉമ്മാക്കും ഉപ്പാക്കും ഖിദ്മത്ത് ചെയ്ത് ജീവിക്കണം ഇനിയുള്ള കാലം. ഈ കുഞ്ഞിനെ പ്രസവിക്കട്ടെ, അത് കഴിഞ്ഞ്. അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. എന്നാൽ നാട്ടിൽ ഈ സമയത്ത് രാജേഷിൻ്റെ വീട്ടിൽ അവിടെ പതിവ് പോലെ അന്നും പ്രശ്നങ്ങൾ നടക്കുന്നു. ദേ തള്ളേ, എന്താടാ ചക്ക? പിന്നെ നിങ്ങൾ ആ ഗുരുത്തം കെട്ടുള്ള ഇവിടെ ഒളിപ്പിച്ചു വെച്ചത് ആ ശ്രീലക്ഷ്മിയെ. ഹൈ, എന്താണ് പേര് മാറ്റാനൊക്കെ ഉള്ളൊരു ഉത്സാഹം. ശ്രീലക്ഷ്മി, ഓഹ്, എന്തൊക്കെയായിരുന്നു. ഇപ്പം അവൾ എവിടെ? തള്ളയും മോളും കൂടി എവിടെ കൊണ്ടുപോയിട്ടു അല്ലേ? രാജേഷിനെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട. രാജേഷിനെ പറ്റിച്ചാലേ അതിനപ്പുറത്തേക്കായിരിക്കും. അതെ, എനിക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ സമ്പാദ്യമാണ് ആ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ നശിപ്പിച്ചത്. ഞാനോ? നീ ഒന്ന് പോടാ ചെക്ക. പിന്നെ നിങ്ങളാണ് അവളവിടെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അവൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തത്. അവൾ എവിടെയാണെന്ന് എനിക്ക് ഇപ്പം അറിയണം. ചെക്ക, മാറി നിൽക്ക്. മാറി നിൽക്കാനാ പറഞ്ഞത്. ഹേയ്, അങ്ങനെ അങ്ങ് വിടില്ല. ഞാൻ ഈ വീടടക്കം ചുടും, നോക്കിക്കോളെ. എനിക്കുള്ളൊരു സമ്പാദ്യം നിങ്ങളങ്ങ് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ സന്തോഷമായില്ലേ? എൻ്റെ ബോസ് ഇന്നും വിചാരിക്കണത് അവളിങ്ങ് വരട്ടെ. എവിടെയാണെങ്കിലും എന്തൊക്കെ തന്നെയാലും ആ സൗന്ദര്യ തിടമ്പിനെ എനിക്ക് വേണടാ രാജേഷേ. അതിനു വേണ്ടിയിട്ട് നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ ക്യാഷ് തരാൻ തയ്യാറാണ്. നീ ചാടിച്ചു കൊണ്ടുവന്ന ആ പെണ്ണിനെ, അവളെയാണ് എനിക്ക് ആവശ്യം. ബോസേ, നിങ്ങളെ കാര്യം ഞാനങ്ങ് ശരിയാക്കി തരും. പക്ഷേ അവൾ എവിടെയോ ഒളിച്ച് ജീവിക്കുന്നുണ്ട്. അവളെൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അരിഞ്ഞ് തള്ളു ഞാൻ. ഏയ്, അരിഞ്ഞ് തള്ളണ്ട. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവളെ അങ്ങ് സ്വീകരിക്കുമെന്ന്. എന്താ നിനക്ക് അതിന്മേൽ എത്ര ക്യാഷ് വേണം? അവളെ ഞാനങ്ങ് സ്വന്തമാക്കിക്കോളാം. അവൾ എത്രമാത്രം സുന്ദരി പെണ്ണാനടാ. അല്ല, ഇത്രക്കും സൗന്ദര്യം കുറഞ്ഞ് നിനക്ക് എങ്ങനെ അവളെ പോലെ കടഞ്ഞെടുത്തൊരു ശില്പത്തെ കിട്ടി? പറ. എനിക്ക് അവളൊരൊറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴേ അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പറയടാ മോനെ, എവിടെയുണ്ടെങ്കിലും അവളെ കണ്ടുപിടിച്ചു തന്നാൽ നിനക്ക് പ്രത്യേകമായിട്ട് പാരിതോഷികം ഉണ്ടായിരിക്കും. അതുറപ്പാണ്. നോക്കിക്കോ രാജേഷേ, ഇന്നല്ലെങ്കിൽ നാളെ അവളെ എൻ്റെ അടുക്കൽ നീ എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ ആൺകുട്ടിയാടാ, അത്രക്കും സൗന്ദര്യമുള്ള, അതും ഇസ്ലാമിക ബോധത്തോടെ ജീവിക്കുന്ന മുസ്ലിംസിൻ്റെ ഇടയിൽപ്പെട്ട അത്രക്കും
നല്ല രീതിയിൽ ജീവിക്കുന്ന വീട്ടിൽ നിന്ന് ആ ഒരു സുന്ദരി പെൺകുട്ടിയെ കൊത്തിക്കൊണ്ട് വന്നല്ലോ നീയെ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ബോസേ, അതിനൊക്കെ പ്രത്യേക ട്രിക്കും കാര്യങ്ങളുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ പെട്ടെന്നങ്ങ് വീണു പോവും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. നമ്മൾ അത്യാവശ്യമായിട്ട് ഒന്നങ്ങ് സ്നേഹം പ്രകടിപ്പിച്ചാൽ മതി, പെൺകുട്ടികൾ പെട്ടെന്ന് വീഴും. എടാ, ഇതൊക്കെ നീ എങ്ങനെ പഠിച്ചോ? അതൊക്കെ എങ്ങനെ പഠിക്കാനാ? അങ്ങനെയാണല്ലോ സാധാരണത്തെ രീതിയിലെ ഇപ്പോൾ മുസ്ലിംസ് പെൺകുട്ടികളേക്കാൾ അച്ചടക്കം ഹിന്ദുസ് പെൺകുട്ടികൾക്കാണ് അല്ലേ? പൊതുവായിട്ട് മുസ്ലിംസ് പെൺകുട്ടികളെന്ന് വെച്ചാൽ മൊത്തത്തിലെന്ന് ഞാൻ പറയുന്നില്ല, അതിൽ 3/4 ഭയങ്കര ഓപ്പണിംഗ് ആയിട്ടായിരിക്കും അവർ. അതുകൊണ്ട് തന്നെ അവരൊക്കെ പെട്ടെന്ന് വീഴുന്ന കൂട്ടത്തിലുമായിരിക്കും. എന്താടാ, ഇനി നിനക്ക് വളക്കാൻ അങ്ങനെ വല്ല പ്ലാനിങ് ഉണ്ടോ? എന്താ, ബോസിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സുന്ദരി പെൺകുട്ടികളെ കണ്ടാലേ രാജേഷ് വെറുതെ വിടാറില്ല. ഞാനങ്ങ് അഭിനയിച്ച് തകർക്കും, പിന്നീട് അങ്ങ് കൂടെ കൊണ്ടുപോരും. എന്നിട്ടത് ബോസിന്. എന്താ, നീയാണടാ ആൺകുട്ടി. ഇങ്ങനത്തെ ചുറുചുറുക്കുള്ള ആൺകുട്ടികളെ തന്നെയാണ് എനിക്ക് വേണ്ടത്. കാരണം ഇങ്ങനെയൊക്കെ പെൺകുട്ടികളെ പാട്ടിലാക്കാനും മയക്കിയെടുക്കുവാനും താലി കെട്ടി കൂടെ കൂട്ടുവാനും മതം മാറ്റുവാനും എല്ലാവർക്കും കഴിയില്ല. നിന്നെപ്പോലുള്ള ചുള്ളന്മാർക്ക് കഴിയൂ. രാജേഷ് ചിരിച്ചു. നിന്റെ ചിരി എന്തൊക്കെ തന്നെയാലും കൊള്ളാം. പക്ഷേ ബോസേ, രാജേഷിൻ്റെ ചിരി ഇതല്ല. രാജേഷിൻ്റെത് ഇത് കൊലച്ചിരിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ അവളെ എനിക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് ഞാൻ ആദ്യം 2 അങ്ങോട്ട് പൊട്ടിച്ച് ബോസിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇട്ട് തരും. എന്താ, പോരെ? മതിയടാ, അതിനു വേണ്ടി എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി എറിയും. പോരെ? അതിന് അവളെ ഒന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ആ ദേഷ്യത്തോടു കൂടിയാണ് അവൻ നേരെ വീട്ടിലെത്തിയത്. അമ്മയോട് ചൂടായി, പെങ്ങളോടും, ദേ തള്ളേ, ഒരൊറ്റ കാരണം കൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് അവൾ വഴുതിപ്പോയത്. അവളെ എങ്ങനെ കിട്ടിയിട്ടെങ്കിൽ പിച്ച് ചീന്തും ഞാൻ. സത്യം പറഞ്ഞില്ലെങ്കിലേ എല്ലാത്തിനും ഇവിടിട്ട് ഞാൻ കരിച്ചു കളയും. ഓർത്തോ? അവൻ്റെ ഭീഷണിയിൽ അമ്മയും പെങ്ങളും വളരെയധികം പേടിച്ചു പോവുകയാണ്. ഒരു നിമിഷം ആ അമ്മ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവേ, ആ കുട്ടി രക്ഷപ്പെട്ടിരുന്ന നന്നായി, അല്ലെങ്കിലിപ്പോൾ ആകെ പെട്ടുപോയിരുന്നു. അവളെ ചവിട്ടി കൊല്ലാൻ ഒന്നിനും മടിക്കില്ലായിരുന്നു. എൻ്റെ ദൈവേ, അവൾ പോകുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു. എവിടെയാണോ, എന്താണോ, ഏതാണോ വിവരമൊന്നും അറിഞ്ഞില്ല. ആയിക്കോട്ടെ, അവൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് ജീവിച്ചോട്ടെ. അവൾക്ക് കുഞ്ഞുണ്ടായാലും ഇല്ലെങ്കിലും അവൾ ജീവിച്ചോട്ടെ. അല്ലാതെ ഈ കാലമാടൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിന്നാൽ അവന് ഒന്നിനും മടിക്കില്ല. ആ അമ്മ അപ്പോഴും ഫർസാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പാവപ്പെട്ട പെൺകുട്ടി ശ്രീലക്ഷ്മിക്ക് എനിക്ക് ദൈവേ പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. ആ കുട്ടിയെ നീ രക്ഷപ്പെടുത്ത്. എൻ്റെ മകനായ ഈ കാലമാടൻ്റെ കയ്യിൽ ഒരിക്കലും അവളെ നീ കൊടുത്തു പോവല്ലേ ദൈവേ. അവർ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്നു. രാജേഷ് ഇപ്പോഴും കാത്തിരിക്കുന്നത് അവളെയാണ്. അവിടെ കൈ കിട്ടിയാൽ വെറുതെ വിടില്ല, ബോസിന് കൊടുക്കണം എന്നുള്ള ചിന്തയിൽ മാത്രമാണ് നടക്കുന്നത്. ബോസാകട്ടെ അവളുടെ ആ സൗന്ദര്യത്തിൽ അങ്ങ് ലയിച്ചു പോയിട്ടുണ്ട്. എന്തൊക്കെയായാലും വേണ്ടില്ല, എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടായാലും വേണ്ടില്ല, അവളെ സ്വന്തമാക്കണം. അതാണ് അയാളുടെ ആഗ്രഹം. എന്നാൽ ബോസിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് രാജേഷ് എന്ന അവൻ. ആ മാതാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഫർസാന വളരെയധികം സുഖത്തോടെ പേടിയില്ലാതെയാണ് അവൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ അവൾ നാട്ടിലെത്തിയാൽ മണത്തെറിഞ്ഞ് ഇവൻ വരും. എന്നാൽ ഈ സമയം രാജേഷും ബോസും മറ്റൊരു പ്ലാനിങ്ങിൽ എത്തിയിരുന്നു. ബോസേ, നിങ്ങൾക്കുള്ളത് ഞാനങ്ങ് തരും. എന്താ, അതിനു മുൻപായിട്ട് ചില പണികൾ എനിക്ക് ചെയ്യേണ്ടി വരും. എന്താടാ, നിനക്ക് എത്ര ലക്ഷം വേണം പറ. എനിക്ക് നിൻ്റെ പെണ്ണിന് വേണം, അതേ എനിക്ക് പറയാനുള്ളൂ. നിനക്ക് എത്ര വേണം? അവൻ്റെ മുമ്പിലേക്ക് നോട്ടുകെട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്ന ബോസ് അതിൻ്റെ കൂടെ മദ്യവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മദ്യലഹരിയിൽ അവൻ ബോസിനോട്, നോക്കിക്കോ ബോസേ, നിങ്ങളുടെ മുമ്പിൽ അവൾ എത്തിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അവൻ നേരെ പുറപ്പെട്ടത് മറ്റാരുടെയും അടുത്തേക്കല്ലായിരുന്നു. അതെ, പാവപ്പെട്ട ആ ഉസ്താദിൻ്റെ വീട്ടിലേക്ക്, ജസീനയെ ആദ്യം സ്നേഹിച്ച ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. അവിടെ ഉണ്ടാകാനാണ്
ചാൻസ് ഞാൻ അവൾ അവിടെ പോയി പൊക്കും. അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അവൻ തട്ടിയെടുത്തതാണ് അവളെ. വെറുതെ വിടില്ല ഞാൻ രണ്ടെണ്ണത്തിനെയും. ആ മദ്യലഹരിയിൽ അവൻ ഉസ്താദിൻ്റെ വീട് ലക്ഷ്യമാക്കി അതാ ബൈക്ക് തിരിക്കുകയാണ്. പാവപ്പെട്ട ഉസ്താദും അവൻ്റെ ഉമ്മയും അവരൊന്നും അറിഞ്ഞിട്ടില്ല. രാജേഷ് ആ ലഹരിയിൽ നേരെ ഉസ്താദിൻ്റെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു പായുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പാവപ്പെട്ട ഷെഫി ഉസ്താദിനെ, അവരുടെ ഉമ്മയെ രാജേഷ് എന്തു ചെയ്യും? ഫർസാനയെ പറഞ്ഞ് ചോദ്യം ചെയ്യുമോ? നമുക്ക് നാളത്തെ സ്റ്റോറിയിൽ ബാക്കി കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.